ഹായ് ഗായ്, അസ്സലാമു അലൈക്കും, സബാ ഖൈർ, കെവൽ ഹാൽ. എന്താണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ പെരുന്നാളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് ലീവിലാണ്. ഇനിയിപ്പോൾ നാളെ മുതലാണ് ഡ്യൂട്ടി ദിവസങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യട്ടോ. ഡ്യൂട്ടി ഉള്ളവരുണ്ട്, ഷോപ്പുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഡ്യൂട്ടി ഉണ്ട്. നാളെയാണ് ഗവൺമെൻറ്റിൻ്റെയും മറ്റുള്ള കേന്ദ്രങ്ങളൊക്കെ തുടക്കം കുറിക്കുക. ഇന്നലെ നമ്മളുടെ മാതൃദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ദുബൈയുടെ കിരീടാവകാശി ഫസ ഷെയ്ഖ് ഹംദാൻ ഒരു സുപ്രധാനമായൊരു വിപ്ലവകരമായൊരു തീരുമാനം നടപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നമ്മൾ സാധാരണയായി നമ്മളുടെ ഭാര്യ അല്ലെങ്കിൽ ഉമ്മ, നമ്മളുടെ കുടുംബിനികൾ, അവരെയൊക്കെ നമ്മൾ നാമകരണം ചെയ്യാനുള്ളത് വീട്ടമ്മ, ഹൗസ് വൈഫ്, അങ്ങനെയൊക്കെയാണല്ലോ. ആ ഒരു പേരിൽ ഇപ്പം നമ്മൾ ഡോക്യുമെൻറ്റേഷനിൽ വെക്കുകയാണെങ്കിൽ ഹൗസ് വൈഫ് എന്നാണ്. എന്താണ് ഭാര്യയ്ക്ക് പണി? ഹൗസ് വൈഫ്, അങ്ങനെയാണല്ലോ പറയാനുള്ളത്. അപ്പോൾ അതിൽ നിന്നൊരു വിപ്ലവകരമായൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും വളരെ പ്രശംസ അർഹിക്കുന്നു. എന്താണെന്നറിയോ? ജനറേഷൻ ഷേപ്പേഴ്സ്, അതായത് ഒരു സമൂഹത്തിനെ വാർത്തെടുക്കുന്നവർ. തീർച്ചയായിട്ടും ആ പേരിന് ഒരുപാട് പ്രസക്തി ഉണ്ട് കേട്ടോ. നോക്കി, ഒരു സമൂഹത്തിനെ വാർത്തെടുക്കുന്നവർ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? നമ്മുടെ ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുടുംബത്തിനെ വാർത്തെടുക്കുകയാണ്, നല്ല തലമുറയെ വാർത്തെടുക്കുകയാണ് അവർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഉമ്മമാർ, കുടുംബിനികൾ, ഭാര്യമാർ ഒക്കെ ഈ ഒരു വാക്കിനെ വളരെയധികം പ്രശംസ അർഹിക്കുന്നു. ഷെയ്ഖ് ഹംദാൻ്റെ ഫസയുടെ ഒരു തീരുമാനത്തിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും നമ്മളുടെ കുടുംബങ്ങളിലൊക്കെ വീട്ടിലൊക്കെ ഉള്ളവർക്കൊക്കെ വലിയ സന്തോഷമായിട്ട് കേട്ടപ്പോൾ അവരൊക്കെ വലിയ ഗംഭീരത്തി അൽഹംദുലില്ലാ. അത് വെറുതെ പറയല്ല കേട്ടോ, അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഇനി മുതൽ പറഞ്ഞിരിക്കുന്നത് ഡോക്യുമെൻറ്റേഷൻ്റെ സമയത്തൊക്കെ നമ്മൾ എവിടെയെങ്കിലും എഴുതേണ്ട സമയത്ത് വരികയാണെങ്കിൽ, രേഖപ്പെടുത്തേണ്ടി വരികയാണെങ്കിൽ ജനറേഷൻ ഷേപ്പേഴ്സ് എന്നാണ് രേഖപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും ഫസയുടെ ഈ ഒരു തീരുമാനത്തെ അംഗീകരിക്കുന്നു, ആദരപൂർവ്വം സ്വീകരിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.